മനസ്സ് ആഗ്രഹിക്കുകയാണ്. കാണുന്ന കാഴ്ചകൾ, കേൾക്കുന്ന കേൾവികൾ, പറയുന്ന പറയലുകൾ, ഇതെല്ലാം മനസ്സ് ഹൃദയത്തിൽ ആഗ്രഹം ജനിപ്പിക്കുകയാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, ഹൃദയം അതൊരു കണ്ണാടി പോലെയാണ്. നിങ്ങളുടെ കാഴ്ചകൾ ഹൃദയത്തിലാണ് പതിയുന്നത്, നിങ്ങളുടെ കേൾവികൾ ഹൃദയത്തിലാണ് തറയ്ക്കുന്നത്. അതൊരു കണ്ണാടി പോലെയാണ്. ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലുഹു. ആ ഹൃദയം നന്നായാൽ ശരീരം മുഴുവനും നന്നായി. വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലുഹു. ആ ഹൃദയം മോശമായാൽ ശരീരം മുഴുവനും മോശമായി. നിങ്ങൾ കണ്ട കാഴ്ചകൾ, നിങ്ങൾ കേട്ട കേൾവികൾ, ഇതെല്ലാം വ്യഭിചാരമാണ്. അങ്ങനെ മനസ്സ് അതിലേക്ക് ആഗ്രഹിക്കുകയാണ്. മനസ്സ് അതിലേക്ക് കുതിക്കുകയാണ്, വ്യഭിചരിക്കണമെന്ന് തോന്നുകയാണ്. അതെ, ഈ കണ്ട കാഴ്ചകൾ, ഈ കേട്ട കേൾവികൾ, ഇത് മുഴുവനും മനസ്സിൽ കൊതിയുണ്ടാക്കുകയാണ്. അങ്ങനെ അവന്റെ രഹസ്യഭാഗം ഒന്നെങ്കിൽ അതിനെ വാസ്തവമാക്കുകയാണ്, അതിനെ യാഥാർത്ഥ്യമാക്കുകയാണ്. അവൻ വ്യഭിചാരം എന്ന് പറയുന്ന നീചമായ പ്രവർത്തനത്തിലേക്ക് ചെന്നുവിടുകയാണ്. അങ്ങനെ ചെന്നുവിടുകയാണെങ്കിൽ വിശുദ്ധമായ ഇസ്ലാം പഠിപ്പിക്കുകയാണ്, അവിവാഹിതനാണോ 100 അണിയിച്ചു കൊണ്ടവരെ നാട് കടത്തണം. അല്ലെങ്കിൽ അതിനെ നിഷേധിക്കുന്നതാണ്. ഒന്നെങ്കിൽ നമ്മൾ കണ്ട കാഴ്ചകൾ, അതിനെ രഹസ്യഭാഗം അവസാനത്തെ പടിയെന്നോണം അതിനെ യാഥാർത്ഥ്യമാണ്. ഇല്ലെങ്കിൽ ഈമാനിന്റെ കണികയുണ്ടെങ്കിൽ അതിനെ നിഷേധിക്കുന്നില്ല. അതെന്റെ ജീവിതത്തിൽ അറിയാതെ വന്നു പോയ തെറ്റുകുറ്റങ്ങളാണ്. അല്ലാഹുവിനോട് തൗബ ചെയ്ത് അതിൽ നിന്നും ദിക്റുകൾ ചെയ്ത് ഖുർആനുകൾ പാരായണം ചെയ്ത് നിസ്കരിച്ച് മനസ്സിനെ അത്തരം മോശമായ ചിന്തകളെ തൊട്ട് മാറ്റി നിർത്തി അതിനെ നിഷേധിക്കും. അതാണ് നമ്മൾ നേരത്തെ വായിച്ചത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്ന യുവാവ് അത് കാഴ്ചയിലൂടെ രസം കയറി വന്നതാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആ വന്നപ്പോൾ വൽ ഫർജു യുകദ്ദിബുഹു, രഹസ്യമാണ്, വ്യഭിചാരത്തെ നിഷിദ്ധമാക്കുകയാണ്, നിഷേധിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ ഹദീസിന്റെ പ്രധാനപ്പെട്ട ആശയം മുഹദ്ദിസീങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. യഥാർത്ഥ വ്യഭിചാരത്തിലേക്ക് നയിക്കുന്ന എല്ലാ മുന്നൊരുക്കങ്ങളും പാപങ്ങളാണ്. അതെല്ലാം ചെറിയ വ്യഭിചാരങ്ങളാണ്. യഥാർത്ഥ വ്യഭിചാരത്തിലേക്ക് നയിക്കുന്ന എന്തെല്ലാം, അതൊരു സംസാരമാകട്ടെ, നോട്ടമാകട്ടെ, ചിന്തയാകട്ടെ, അതെല്ലാം പാപങ്ങളാണ്. മനുഷ്യന്മാരുടെ മനസ്സുകളിൽ ആദ്യം പാപങ്ങൾ തുടങ്ങുന്നത് നോട്ടത്തിലൂടെയാണ്, കേൾവിയിലൂടെയാണ്. അങ്ങനെ ഈ മോഹങ്ങൾ മുഴുവനും സ്പർശനവും സംസാരവും നിഷിദ്ധമായ സ്ഥലത്തേക്കുള്ള യാത്രയിലൂടെ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അവസാനം ഇത് മുഴുവനും രഹസ്യഭാഗത്തിലൂടെ